ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയാൻ പക്ഷികളെ കൊന്നൊടുക്കാൻ നടപടി ആരംഭിച്ചു. ഇരു ജില്ലകളിലുമായി 1,00,000 പക്ഷികളെയാണ് കൊന്നൊടുക്കുക. 13 RRT സംഘങ്ങളെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായ തൊഴിലാളികളെയും നിയോഗിക്കും. ആലപ്പുഴ ജില്ലയിൽ 12,678 വളർത്തു പക്ഷികളെ ശനിയാഴ്ച കൊന്നൊടുക്കും. തലവടി, തഴക്കര, ചമ്പക്കുളം വാർഡുകളിലാണ് പക്ഷികളെ കൊന്നൊടുക്കുന്നത്. പക്ഷിപ്പനിയുടെ പ്രഭവ കേന്ദ്രത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെയാണ് കൊല്ലുന്നത്. തലവടിയിൽ 4,074, തഴക്കരയിൽ 8,304, ചമ്പക്കുളത്ത് 300 പക്ഷികളെ കൊല്ലും. ആലപ്പുഴയിൽ ഈ വർഷം 6 ഇടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. 6 രോഗവ്യാപന കേന്ദ്രങ്ങളിലായി 57,870 പക്ഷികളെ കൊന്നിരുന്നു. പത്തനംതിട്ട നിരണത്ത് 12,000 താറാവുകളെയും കൊല്ലും. പത്തനംതിട്ട തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തു കേന്ദ്രത്തിൽ നേരത്തെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് നിരണത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഉൾപ്പെട്ട ഇരത്തോട് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. താറാവ് കർഷകനായ കണ്ണമാലിൽ കുര്യൻ മത്തായിയുടെ താറാവുകൾ പക്ഷിപ്പനി ലക്ഷണങ്ങളോടെ 4 ദിവസം മുമ്പ് ചത്തിരുന്നു. തുടർന്ന് രക്തസാമ്പിളുകൾ ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ഫലം കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. Waytonikah.com, the exclusive Muslim matrimonial site.